ശത്രുവിന്റെ ഗൂഢാലോചനയെ ഐക്യദാർഢ്യത്തോടെ തന്നെ ചെറുക്കണം. ഇറാനിയൻ ജനതയുടെ ആഹ്വാനവുമായി മുജ്തബ ഖൊമേനി. അവിടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ തന്നെ നിർണായക സന്ദേശവുമായാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തിനെതിരെ നടക്കുന്ന ശത്രുക്കളുടെ ഗൂഢാലോചനകളെ അവിടെ ദൃഢനിശ്ചയത്തോടും ഐക്യദാർഢ്യത്തോടും കൂടി പരാജയപ്പെടുത്തണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. ഇമാം റുഹല്ല ഖൊമേനിയുടെ ആ ചരമവാർഷിക അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ചുകൊണ്ട് വായിച്ച സന്ദേശത്തിനിടയിലാണ് ഇത്തരം ഒരു പരാമർശം മുജ്തബ ഖൊമേനി നടത്തിയതായി തന്നെ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ ആത്മവിശ്വാസവും ജനങ്ങളുടെ മനോവീര്യവും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ശത്രുക്കൾ നടത്തുന്നത് എന്നതായിരുന്നു ഖൊമേനി ആരോപണം ഉന്നയിച്ചത്. അതേപോലെ തന്നെ വലിയ രീതിയിൽ സ്വൈര്യം, ദീർഘവീക്ഷണം, ദേശീയ ഐക്യം, പരസ്പര വിശ്വാസം എന്നിവയിലൂടെ തന്നെ എല്ലാവരും ശത്രുവിന്റെ പദ്ധതികളെ നിർവീര്യമാക്കണം എന്നതാണ് ആ സന്ദേശത്തിൽ പ്രധാന ആഹ്വാനമായി പറയുന്നത്. ജനങ്ങൾക്കിടയിൽ നിരാശയും ഭിന്നതയും സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ശത്രുക്കളുടെ താല്പര്യങ്ങൾക്ക് ഒരു സഹായകരമാകും എന്നതാണ് ഈ ഒരു മുന്നറിയിപ്പിൽ അദ്ദേഹം പറയുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ സൈനികമായി തന്നെ പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇവിടെ ആരോപണമായി ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സംശയവും ഭയവും അവിശ്വാസവും വളർത്തുക എന്നതാണ് എതിരാളികളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. ഇതിനിടെ തന്നെ മേഖലയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് ഖൊമേനിയുടെ പ്രസ്താവന ലോക ശ്രദ്ധ നേടുന്നതും. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പൂർണ്ണമായും തന്നെ അവസാനിച്ചിട്ടില്ല എന്നും നയതന്ത്ര ചർച്ചകൾ പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്ന റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ സന്ദേശം ആഭ്യന്തര ഐക്യം ശക്തിപ്പെടുത്താനുള്ള ശ്രമം മാത്രമല്ല, വിദേശ സമ്മർദ്ദങ്ങൾക്കെതിരായി തന്നെ ഇറാൻ കടുത്ത നിലപാട് തുടരുന്ന സൂചന കൂടിയാണിത്. ഇറാനിയൻ ജനതയുടെ ഐക്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും ആഹ്വാനം നടത്തിക്കൊണ്ട് ശത്രുവിന്റെ ആ ഗൂഢാലോചനയെ ചെറുക്കുക എന്നതായിരുന്നു മുജ്തബ ഖൊമേനി സന്ദേശത്തിലൂടെ തന്നെ എടുത്തു സൂചിപ്പിച്ചത്. ഇതാകട്ടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത്. ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയതും. അന്താരാഷ്ട്ര മാധ്യമമായ CNBC-ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിനിടയിലായിരുന്നു നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. എന്നാൽ ട്രംപ് ആകട്ടെ യുദ്ധം അവസാനിച്ചു എന്ന തരത്തിലാണ് ഓരോ തവണയും പ്രസ്താവനകൾ നടത്തുന്നത്. തുടർച്ചയായ ആക്രമണങ്ങളിലൂടെയും മറ്റും സുരക്ഷാ നടപടികളിലൂടെയും ഇറാന്റെ ഭരണകൂടത്തെയും സൈനിക ശേഷിയും പോലും വലിയ തോതിൽ തളർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇറാൻ ഇവിടെ അവകാശപ്പെട്ടിരിക്കുന്നത്. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു സന്ദേശം ഇറാനികൾക്ക് നൽകിക്കൊണ്ട്, അതായത് ശത്രുക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന ആ മുന്നറിയിപ്പ് നൽകി മുജ്തബ ഖൊമേനി രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.